എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും MRS ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LG ഇൻവെർട്ടർ AC-യുടെ ഒരു PCB ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രോബ്ലം എന്ന് പറയുന്നത് CH05 കമ്മ്യൂണിക്കേഷൻ എറർ. അപ്പോൾ ഇത് ഓൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ഡിസ്പ്ലേയിൽ CH05 എന്നുള്ള എറർ കാണിക്കുന്നത് കൊണ്ടിട്ടാണ് നമുക്ക് ഈ ഒരു PCB റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൽ ഈ ഒരു എറർ വരാൻ കാരണമെന്നും അതെങ്ങനെ പരിഹരിക്കാമെന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കുന്നത്. അപ്പോൾ നമ്മുടെ വർക്കിലോട്ട് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ കൂടി അമർത്തുക. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഞാനിപ്പോൾ ഇതിൻ്റെ ഇൻഡോർ ഔട്ട്ഡോർ കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ വയർ, ലൈൻ വയർ, പിന്നെ ഇതിന് നമുക്ക് ഈ ഒരു ബോർഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഡോറിൻ്റെയോ ഔട്ട്ഡോറിൻ്റെയോ ബ്ലോവർ മോട്ടറിൻ്റെ ആവശ്യമില്ല. കാര്യം ഇത് ഇൻഡോറിനായിരുന്നാലും ഔട്ട്ഡോറിനായിരുന്നാലും ഈ ബ്ലോവർ മോട്ടറിന് ഫീഡ്ബാക്ക് ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ടിട്ട് നമുക്കത് അതിൻ്റെ ഈ ഒരു കംപ്രസർ വർക്ക് ചെയ്യിപ്പിക്കാനോ കമ്മ്യൂണിക്കേഷൻ ചെക്ക് ചെയ്യാനോ ബ്ലോവർ മോട്ടറിൻ്റെ ആവശ്യമില്ല. ഓക്കെ, അതുകൊണ്ട് ഞാൻ ബ്ലോവർ മോട്ടർ കണക്ഷൻ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കണക്ഷൻ കൊടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പ വഴിയുണ്ട്. ഈ ഒരു ബോർഡ് ഫ്ലിപ്പ് ചെയ്ത് വയ്ക്കുക. ഇതിൻ്റെ പിറകിലായിട്ട് ഇവിടെയായിട്ട് നമുക്കൊരു ചുവപ്പ് LED കാണും. ഈ ചുവപ്പ് LED സ്റ്റഡിയായിട്ട് ഫ്ലിക്കർ ചെയ്യാതെ സ്റ്റഡിയായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കമ്മ്യൂണിക്കേഷൻ നടക്കില്ല. ഈ LED ഇടയ്ക്ക് സ്റ്റഡിയായിട്ട് നിന്നതിന് ശേഷം ഇടയ്ക്ക് ഫ്ലിക്കർ ചെയ്യും. അങ്ങനെ ഫ്ലിക്കർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊന്ന് പവർ കൊടുക്കാം. ഞാൻ പവർ സപ്ലൈ ഓൺ ചെയ്യാണ്. പവർ സപ്ലൈ ഓൺ ചെയ്തിട്ടുണ്ട്. പവർ സപ്ലൈ ഓൺ ചെയ്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ നമുക്കിവിടെ ഡിസ്പ്ലേ ഓൺ ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ലൈറ്റ് കത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഡിസ്പ്ലേ ഓഫാണ്. ഞാൻ പവർ അടിച്ച് ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈ LED ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം, ആ ഫ്ലിക്കർ ചെയ്യേണ്ട ഈ ഒരു നമ്മൾ ഡിസ്പ്ലേ ഓൺ ആകുന്നതിന് മുന്നേ തന്നെ ഇത് ഫ്ലിക്കർ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇപ്പോഴും ഫ്ലിക്കറിങ് ചെയ്യുന്നില്ല, സ്റ്റേബിളായിട്ട് കത്തി നിൽക്കുന്നതാണ്. ഓക്കെ, അങ്ങനെ കത്തി നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് കമ്മ്യൂണിക്കേഷൻ നടക്കുകയില്ല. LGയുടെ ഈ ഒരു ബോർഡിനെ സംബന്ധിച്ച് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡാണ്. അപ്പോൾ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡിൽ നിന്ന് നമുക്ക് ഇൻഡോർ യൂണിറ്റിലോട്ട് കമ്മ്യൂണിക്കേഷൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമുക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ ആ എറർ ഒന്ന് കറക്റ്റായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റിന് ശേഷം ഇവിടെ ആ ഒരു എറർ CH05 എന്നുള്ള ആ ഒരു എറർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഞാനൊന്ന് പവർ ഓഫ് ചെയ്യണത്. പവർ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പവർ ഓഫ് ചെയ്തതിനാണ് ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത്. പവർ ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് ഔട്ട്ഡോർ എന്ന് നമുക്ക് ഇൻഡോറിലോട്ട് സിഗ്നൽ സെൻഡ് ആവുന്നുണ്ടോ ഇല്ലയോ, അതായത് ഔട്ട്ഡോർ ട്രാൻസ്മിഷൻ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഈ ഒരു ബോർഡ് ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് DSO ഉപയോഗിക്കാം. അപ്പോൾ DSOയ്ക്ക് ഒരു ലീഡ് ഇവിടെ സോൾഡർ ചെയ്ത് പിടിപ്പിക്കാം. ഈ ലീഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രോബിൻ്റെ ഗ്രൗണ്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ലീഡ് വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഞാനൊന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യും. ഇപ്പോൾ നമുക്കവിടെ ലൈറ്റ് ചുവന്ന LED കത്തിയിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് ട്രാൻസ്മിഷൻ ലൈനിൽ വയ്ക്കുകയാണ്. നമുക്ക് അതിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ട്, ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ട്. ആ വേവ് ഫോം കറക്റ്റ് വേവ് ഫോം തന്നെയാണ് അതിൽ കാണിക്കുന്നത്. ഇനി ഇതിൻ്റെ റിസീവിങ് മോഡിൽ വയ്ക്കാം. ആ വേവ് ഫോമിൽ ഉള്ള വ്യത്യാസം കണ്ടോ, ഇത് ട്രാൻസ്മിഷൻ്റെ റിഫ്ലക്റ്റീവ് സിഗ്നലുകളാണ് നമ്മളിപ്പോൾ ഇതിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് വരുന്ന റിഫ്ലക്ഷൻ സിഗ്നൽ വരുന്നത് കൊണ്ടിട്ട് നമ്മുടെ ഔട്ട്ഡോർ യൂണിറ്റ് ബോർഡിലുള്ള ട്രാൻസ്മിഷൻ ലൈനും റിസീവിങ് ലൈനും ഓക്കെയാണ്. അപ്പോൾ നമുക്ക് പ്രശ്നം ഇൻഡോർ ബോർഡിലോട്ടാണ്. അപ്പോൾ ഇൻഡോർ ബോർഡാണ് നമുക്കിവിടെ ചെക്ക് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് പവർ ഓഫ് ചെയ്യാം. ഈ ലീഡ് ഇതിനകത്തുനിന്ന് അഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഇവിടെ ഒരു ലീഡ്, ഇവിടെ ഇപ്പം ഞാൻ DSOയുടെ പ്രോബ് ഇവിടെ ഒരു ലീഡ് വെച്ച് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഗ്രൗണ്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ആക്കിയിട്ടുണ്ട്. ഡിസ്പ്ലേ ഓൺ ആയിട്ടുണ്ട്.
അതിനുശേഷം ഞാൻ ഇവിടുത്തെ റിസീവിങ് ലൈനാണ് ചെക്ക് ചെയ്യുന്നത്. ഇത് റിസീവിങ് ലൈനിൽ പോസിറ്റീവ് സൈഡ്, ഇത് ഡേറ്റ ലൈന്. ആ ഡേറ്റ റിസീവ് ചെയ്യുന്ന ആ രീതി കറക്റ്റല്ല. അത് കറക്റ്റ് ഒരു വേവ് ഫോമാണ് വരേണ്ടത്. ആ വേവ് ഫോം നമുക്കവിടെ കിട്ടുന്നില്ല. അപ്പോൾ ഇതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ആ ഒരു കംപ്ലൈൻറ്റ്. അതായത് ഔട്ട്ഡോർ നമ്മൾ ട്രാൻസ്മിഷൻ നമുക്ക് ഇൻഡോറിലോട്ട് പ്രോപ്പറായിട്ട് റിസീവിങ് ആകുന്നില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാമെന്ന് നോക്കാം. ഇവിടെ പവർ ഓഫ് ചെയ്ത് ഞാൻ ഇതിൻ്റെ പ്ലഗ് ഊരിയിട്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു ഡയോഡ് വരുന്നുണ്ട്, പിന്നെ 2 ഒപ്റ്റോ കപ്ലർ, ഒരു കപ്പാസിറ്റർ, ഒരു റെസിസ്റ്റൻസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കാദ്യം ഈ കമ്പോണൻറ്റുകളൊക്കെ നല്ലതാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൾട്ടിമീറ്റർ നമുക്ക് ആദ്യം ഡയോഡ് മോഡിലിടുക. അപ്പോൾ മൾട്ടിമീറ്റർ ഡയോഡ് മോഡിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡയോഡ്, ഇവിടെ വരുന്ന ഈ 2 ഡയോഡ് ആദ്യം നമുക്ക് ഈ ഡയോഡ് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഡയോഡ് ഇത്, ഈ ഡയോഡും ഓക്കെയാണ്. ഇനി മൾട്ടിമീറ്റർ റെസിസ്റ്റൻസ് മോഡിൽ ഇട്ടിട്ട്, ഓംസ് മോഡിൽ ഇട്ട് ഇവിടെ 15K റെസിസ്റ്റൻസ് അത് ഓക്കെയാണ്. ഇവിടുത്തെ 1.5 കിലോ ഓംസും റെസിസ്റ്റൻസും ഓക്കെയാണ്. അപ്പോൾ എവിടെയാണ് ഈ ഒരു ഫോൾട്ട് വന്നിരിക്കുന്നത്? ഇനിയിപ്പോൾ അടുത്ത ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്ന ഈ ഒരു ഒപ്റ്റോ കപ്ലർ ഇത് മാറ്റിയിട്ട് ഇവിടെ ഒരു പുതിയൊരു ഒപ്റ്റോ കപ്ലർ വയ്ക്കാൻ പോവുകയാണ്. എന്നിട്ട് ആ ഒപ്റ്റോ കപ്ലർ ആദ്യം നമുക്ക് ഊരിയെടുക്കാം. ഞാൻ ഈ ഒപ്റ്റോ കപ്ലർ അഴിച്ചെടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന്. അതിന് പകരമായിട്ട് ഞാൻ വേറൊരു ഒപ്റ്റോ കപ്ലർ ഇവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്കിവിടെ ഈ ഒരു ഡേറ്റ പ്രോപ്പറായിട്ട് ട്രാൻസ്മിഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ പവർ കൊടുക്കുകയാണ്. പവർ കൊടുത്ത് ഓൺ ചെയ്യണം. പവർ ഓൺ ആയിട്ടുണ്ട്. റിലേക്ക് അടിച്ച് ഇനി നമുക്കിവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ആ ഡേറ്റ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേറ്റ വരുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ആ ഡേറ്റ പ്രോപ്പറായിട്ട് വരുന്നുണ്ട്. ഇടയ്ക്കൊരു വ്യത്യാസം കണ്ടു, ഇല്ല കുഴപ്പമില്ല. കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള റിസീവിങ് ഡേറ്റ തന്നെയാണ് നമുക്കിവിടെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഈ ഇൻഡോറിൽ നിന്ന് ഔട്ട്ഡോറിലോട്ട് ട്രാൻസ്മിഷൻ കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, നേരത്തെ നമുക്ക് ട്രാൻസ്മിഷൻ ഇല്ലായിരുന്നു ഇൻഡോർ എന്നുള്ള, ഇപ്പോൾ ട്രാൻസ്മിഷനും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് പവർ ഓഫ് ചെയ്യണേ. പവർ ഓഫ് ചെയ്തിട്ട് നമുക്ക് ഔട്ട്ഡോറിലുള്ള LED ആ ഫ്ലിക്കറിങ് കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കാം. ഇപ്പോൾ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ട്രാൻസ്മിഷനൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ ഞാൻ ഓഫ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഇത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്. ഞാൻ ആദ്യം കംപ്രസറിൻ്റെ ലൈനും കൂടെ ഒന്ന് പിടിച്ചു കൊടുക്കാം. ഓക്കെ, കംപ്രസറിൻ്റെ ലൈൻ UVW പിടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ഇൻഡോറും ഔട്ട്ഡോറും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ടെങ്കിൽ കംപ്രസർ എടുക്കും. അപ്പോൾ ഡിസ്പ്ലേ
ഡിസ്പ്ലേ ഇവിടെ കാണാം. ഞാൻ ഇനി പവർ കൊടുക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ പവർ ഓൺ ആയിട്ടുണ്ട്. ആ LED ആണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ ആ LED ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്പ്ലേ ഇപ്പോൾ ഓഫാണ്. നമുക്ക് ഡിസ്പ്ലേ ഓൺ ചെയ്തിട്ട് കംപ്രസർ എടുക്കുന്നുണ്ടോ എന്ന് നോക്കാം. യെസ്, കംപ്രസർ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ ഈ കംപ്രസറിൻ്റെ ലൈൻ ഇൻഡിക്കേഷനാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനതൊന്ന് ഓഫ് ചെയ്യാണ്. ഓക്കെ, നമ്മുടെ കംപ്രസർ ഓഫായി. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എററായ CH05 കംപ്ലൈൻറ്റുമായിട്ട് വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു PCB സക്സസ്ഫുള്ളായിട്ട് റെഡി ആയിട്ടുണ്ട്. ഓരോ CH05നും ഓരോരോ കംപ്ലൈൻറ്റുകളാണ്. ഇന്നിപ്പോൾ നമുക്കിതിനകത്ത് വന്നിരിക്കുന്ന ഇൻഡോറിനകത്ത് വന്നിരിക്കുന്ന ഒപ്റ്റോ കപ്ലർ ഡാമേജസ് കിട്ടിയത് കൊണ്ടിട്ട് ആ ഒപ്റ്റോ കപ്ലർ ചേഞ്ച് ചെയ്താണ് നമ്മൾ ഈ ഒരു ബോർഡ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതേ കണക്ക് തന്നെ CH05 പല കാരണങ്ങൾ കൊണ്ടും വരും. ഇതിൻ്റെ ഈ ഔട്ട്ഡോർ ബോർഡ് പവർ തൊട്ട് മെയിൻ IC മുതൽ അങ്ങനെ പല കംപ്ലൈൻ്റ് കാരണം കൊണ്ട് നമുക്ക് CH05 എന്നുള്ള എറർ വരും. അപ്പോൾ ഓരോ ബോർഡിനും ഓരോ കംപ്ലൈൻ്റ് ആയിരിക്കും CH05 എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്കൊരടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.